ചോദിച്ചതിന് ഉത്തരവാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടല്ല ഈ ADGP പോയതെങ്കിൽ എന്തുകൊണ്ട് അയാളോട് വിശദീകരണം ചോദിച്ചില്ല? ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് പൂർത്തിവെച്ചു? അതിൻ്റെ അർത്ഥം വളരെ കൃത്യമാണ്. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് തന്നെയാണ് ഈ ADGP RSS നേതാക്കന്മാരെ കണ്ടിട്ടുള്ളത്. ആദ്യം കണ്ട ആളെ ഉറപ്പായിട്ടും അതിനുവേണ്ടി അതിൻ്റെ തുടർച്ചയാണ്. RSSന് കേരളത്തിലെ CPM കൊടുത്ത പിന്തുണയുടെ തുടർച്ചയാണ് പിന്നീട് തൃശ്ശൂർ പൂരം കലക്കുന്ന സംഭവത്തിലേക്ക് വന്നത്. ഈ കമ്മീഷണർക്കെതിരായി നടപടിയെടുത്തു എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അന്ന് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതിൻ്റെ പൂരം കലക്കിയ ദിവസം അവിടെ ഉണ്ടായിരുന്ന ഈ ADGP ലോ ആൻഡ് ഓർഡറിനെതിരായിട്ട് ഒരു നടപടി എടുക്കാമായിരുന്നു? കമ്മീഷണറെ മാറ്റിയല്ലോ. കമ്മീഷണറെ മാറ്റിയത് കമ്മീഷണർ അലങ്കോലപ്പെടുത്താൻ നേതൃത്വം കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ്. അപ്പോൾ കമ്മീഷണറേക്കാൾ മുതിർന്ന ഉദ്യോഗസ്ഥൻ, കമ്മീഷണർക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിവുള്ള, കമ്മീഷണറെ ഡയറക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഈ ADGP അന്ന് അവിടെ ഉണ്ടായിരുന്നല്ലോ. തൃശ്ശൂരിൽ മുഴുവൻ സമയം അയാൾക്കെതിരായി ചെറുവിരലനക്കിയോ ഈ മുഖ്യമന്ത്രി? അപ്പോൾ പൂരം കലക്കാൻ പോയതും മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ്. അതുകൊണ്ടാണ് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്തത്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. ആ മാറ്റിയ കമ്മീഷണർ സാധാരണ കൊണ്ടുവരുന്ന ഒരു ബ്ലൂ പ്രിൻ്റ് എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്യേണ്ടത് തൃശ്ശൂർ പൂരം എന്നുള്ളൊരു ബ്ലൂ പ്രിൻ്റ് കൊണ്ടുവന്നപ്പോൾ ആ ബ്ലൂ പ്രിൻ്റ് വേണ്ട, എല്ലാ വർഷവും കൈകാര്യം പോലീസിൻ്റെ മാനേജ്മെൻറ്റ് വേണ്ട, പുതിയൊരു മാനേജ്മെൻറ്റ് മതി എന്ന് പറഞ്ഞ് ഈ ADGP ലോ ആൻഡ് ഓർഡറല്ലേ പുതിയ പ്ലാൻ, പുതിയ ബ്ലൂ പ്രിൻ്റ് കൊടുത്തത് അല്ലേ? അന്വേഷിച്ച് നോക്കിയോ നിങ്ങൾ? ആണ്. എന്നിട്ട് നിരന്തരമായി എല്ലാ വർഷവും തൃശ്ശൂർ പൂരം നിയന്ത്രിക്കാൻ പോലീസ് കൈകാര്യം ചെയ്യുന്ന മാനേജ്മെൻറ്റ് ബ്ലൂ പ്രിൻ്റ് മാറ്റി പുതിയ ബ്ലൂ പ്രിൻ്റ് കൊടുത്ത് പുതിയ മാനേജ്മെൻറ്റ്, പോലീസ് മാനേജ്മെൻറ്റ് കൊടുത്ത ആൾക്ക് ഒരു കുഴപ്പമില്ല. ആളവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. രാവിലെ 11 മണിക്ക് തൊട്ട് പിറ്റേ ദിവസം 7 മണി വരെ പൂരം കലക്കുകയാണ് കമ്മീഷണർ. അപ്പം നോക്കി നിന്നോ ഈ ADGP ലോ ആൻഡ് ഓർഡർ? അപ്പം മുഖ്യമന്ത്രിയുടെ ദൂതനായി, മുഖ്യമന്ത്രിയുടെ സന്ദേശവാഹകനായി മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പ് പാലിക്കാൻ പോയതാണ്. പൂരം കലക്കാൻ മുഖ്യമന്ത്രി കൂട്ടുനിന്നു, ഒരു സംശയം വേണ്ട. അതിന് ADGP ലോ ആൻഡ് ഓർഡറെ കരുവാക്കി BJPയെ തൃപ്തിപ്പെടുത്താൻ, തൃശ്ശൂർ അവർക്ക് ജയിക്കാൻ ഉള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കലായിരുന്നു മുഖ്യമന്ത്രിയും CPM നേതൃത്വവും കൂടി ചെയ്തത്. അതിനാണ് ഉത്തരം പറയേണ്ടത്. അതിനൊന്നും ഉത്തരമില്ല. വയനാട് കാര്യത്തെക്കുറിച്ച്, വയനാട് നിങ്ങൾ കൊടുത്ത കണക്ക് എക്സാജറേറ്റ് ചെയ്ത കണക്കാണ്. നിങ്ങൾ എന്ത് എസ്റ്റിമേറ്റാണ്? 90 ദിവസം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുമെന്നാണ്. ഏത് തെരച്ചിൽ? എത്ര ദിവസം നടത്തി തെരച്ചിൽ? എത്ര ദിവസം അവിടെ നടത്തി തെരച്ചിൽ? എന്ത് കണക്കാണ്? ഞങ്ങൾ പറഞ്ഞത്, പ്രതിപക്ഷം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്, ആ കണക്ക് മെമ്മോറാണ്ടത്തിൻ്റെ വിശ്വാസ്യത തകർത്തുവെന്നാണ്.